കൂടുതൽ നാളൊന്നും അവിടെ നിൽക്കില്ല. കാരണം അവരെങ്ങനെയെങ്കിലും നമ്മളെ അവിടുന്ന് തുരത്തി ഓടിക്കാനുള്ള ആ ഒരു കൂട്ടം കൂടിയിട്ടുള്ള ആ ഒരു സംസാരവും കാര്യങ്ങളും അവരാവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് സാധാരണ രൂപത്തിലുള്ള മലയാളികൾ അവരെ ഭാഷ തിരിച്ചറിയാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അവരോട് ഭയങ്കര സംശയവും കാര്യങ്ങളൊക്കെ തോന്നും. ഈ പഹയന്മാരെന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഒരു ഇത്. അപ്പോൾ ഒരുപാട് മുമ്പ് തന്നെ ബംഗ്ലാദേശികൾ ഗൾഫ് രാജ്യങ്ങളിൽ പല രൂപത്തിലും പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയ ആളുകളാണ്. അപ്പോൾ കഴിഞ്ഞ ഈ മറ്റേ വിദ്യാർത്ഥികളുടെ ഈ പ്രക്ഷോഭം തുടങ്ങിയ സമയം തന്നെ യു എയിലും മറ്റ് ഒരു രാജ്യവും ഞാൻ പേര് മറന്നു, ആ രാജ്യത്തും ഇതുപോലെ ഭയങ്കരമായിട്ടുള്ള പ്രക്ഷോഭവും മുദ്രാവാക്യം വിളിച്ച് പബ്ലിക്കിൽ ഇറങ്ങി ഒരുപാട് ജനങ്ങൾ ഇറങ്ങി. അപ്പോൾ അവരുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബികൾക്ക് പോലും വളരെ പേടിയാണ്. ആ രാജ്യത്തുള്ള അറബികൾക്ക് പോലും ബംഗാളികളെ ഭയങ്കര പേടിയാണ്. കാരണം അവരെന്തും ചെയ്യും. അങ്ങനത്തെ ഒരു ബ്ലഡ് പ്രഷർ കൂടിയ രീതിയിലുള്ള ആളുകളാണ്. നമ്മൾ വിചാരിക്കും നമ്മളാണ് ഭയങ്കര സംഭവം, മലയാളികളെ പോലെ ആർക്കും അത്ര വലിയ ധൈര്യമൊന്നുമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ അവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയാളി അല്ല, 2 മലയാളിയെ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും അതേ രൂപത്തിലാണ് അവരുടെ സ്വഭാവ രീതികൾ. ഇപ്പോൾ പ്രക്ഷോഭത്തിന്റെ ആ ഒരു സംഭവങ്ങൾ വീഡിയോ രൂപത്തിലൊക്കെ കണ്ടപ്പോൾ തന്നെ ഞാൻ ശരിക്കും മനസ്സിലാക്കി ഇത് അവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക പ്രതിമകളുടെ തലകളും മറ്റുമൊക്കെ അവര് JCB കൊണ്ട് അടിച്ചു തകർക്കുകയും അതുപോലെ തന്നെ ശിവന്റെ ഒരു പ്രതിമ അതിൻ്റെ തലയൂരി വലിച്ചെറിഞ്ഞു. ഇങ്ങനെ പല രീതിയിലും ആ നാട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കി ആ ഒരു മറ്റേ എന്താ പറയാ മതവൽക്കരിക്കാൻ വേണ്ടി നോക്കുകയാണോ എന്നൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയിലുണ്ടായിരുന്ന ഒരു നേതാവിനെയാണ് പേപ്പട്ടിയെ അടിച്ചു കൊല്ലുന്ന പോലെ അടിച്ചു കൊന്നത്. അപ്പോൾ പല രൂപത്തിലുള്ള പ്രക്ഷോഭങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള ആ ഒരു പ്രതിമകൾക്ക് മുകളിൽ കയറി കാലങ്ങളായിട്ട് ഉണ്ടായിരുന്നപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മഹാത്മാഗാന്ധിയുടെയും അതുപോലെ തന്നെ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറിന്റെയും മറ്റുള്ള ഒരുപാട് മഹാന്മാരുടെ പ്രതിമകളൊക്കെ ഉണ്ട്. അതുപോലെ ബംഗ്ലാദേശിനെ ബംഗ്ലാദേശ് ആക്കി മാറ്റിയ ആ ഒരു മുൻകാല ആളുകളുടെ പ്രതിമകൾക്ക് മുകളിൽ കയറി മൂത്രമൊഴിക്കുന്ന വീഡിയോസും നമ്മൾ കണ്ടു. ഒരു കൈ ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്ന ഒരു പ്രതിമയുടെ തല എടുത്തു ആ പ്രതിമയെ തച്ചുടച്ചു JCB കൊണ്ടുചെന്നാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ പല പ്രശ്നങ്ങളും അവിടെ അരങ്ങേറുന്നുണ്ട്. അതിൻ്റെ എല്ലാ ദൃശ്യങ്ങളും ആരും പുറത്തു വിടുന്നില്ല. കാരണം ബംഗ്ലാദേശികളുടെ തനി സ്വഭാവം ബംഗാളികളുമായിട്ട് ഇടപഴകിയ ആളുകൾക്ക് മനസ്സിലാകും. അപ്പോൾ ഷെയ്ഖ് ഹസീനയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബംഗ്ലാദേശികളെ സത്യസന്ധമായിട്ട് തിരിച്ചറിയാനുള്ള എല്ലാ കഴിവുമുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ അവർ പറയുന്ന രീതിയിൽ അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സമരത്തെ അവർക്ക് അനുകൂലിച്ചുകൊണ്ട് ആ സമരത്തെ ഇല്ലായ്മ ചെയ്യാനല്ല ഷെയ്ഖ് ഹസീന ശ്രമിച്ചത്. ഷെയ്ഖ് ഹസീന അവരുടെ പോലീസിനെയും മറ്റ് ഗാർഡുകളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ പ്രക്ഷോഭം ചെയ്തിരുന്ന ആ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെയൊക്കെ വിദ്യാർത്ഥികളെ പല രൂപത്തിലും ഉപദ്രവിച്ചു. പോലീസ് ഈ ഷെയ്ഖ് ഹസീനയുടെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് കൊന്നുകളഞ്ഞു. അപ്പോൾ കാക്കയെ കൊന്നു കഴിഞ്ഞാൽ കാക്കക്കൂട്ടം ഏത് രൂപത്തിലാണ് മനുഷ്യരെ ആക്രമിക്കുക അതേ രൂപത്തിൽ തന്നെയാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ പ്രക്ഷോഭം പുറപ്പെട്ടതും ആ പ്രക്ഷോഭം രൂക്ഷമാകാൻ കാരണമുണ്ടായതും ഷെയ്ഖ് ഹസീനയാണ്. അപ്പോൾ സ്വന്തം രാജ്യത്ത് നിൽക്കാൻ കഴിയാതെ ഇനി നമ്മുടെ നാടും കൂടി തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആ ഒരു ഒളിച്ചോട്ടമാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ബംഗ്ലാദേശി യൂട്യൂബ് ചാനലിലൂടെ പറയുന്നുണ്ട് എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് കടക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച്. അപ്പൊ ആ വീഡിയോ ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ
ചിലപ്പോൾ എനിക്ക് എൻ്റെ യൂട്യൂബിന് പണി കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ നാളെ മുതൽ എനിക്ക് നിങ്ങളോട് ഇതുപോലുള്ള ന്യൂസുകൾ പറയാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ അത്തരം വിഷയങ്ങൾ നമ്മൾ എടുത്തു കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ സഹോദരങ്ങൾ അത് മനസ്സിലാക്കുക തന്നെ ചെയ്യും. ബംഗ്ലാദേശിലെ കലാപത്തിന് കാരണമായത് സംവരണം സംബന്ധിച്ചുണ്ടായ ഹൈക്കോടതി വിധി. 1971 ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ പങ്കെടുത്തവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ജോലികളിൽ 30% സംവരണം അനുവദിക്കാനുള്ള തീരുമാനമാണ് പ്രതിഷേധങ്ങൾക്കിടയായത്. നേരത്തെ ഉണ്ടായിരുന്ന സംവരണ രീതി 2018 ഷെയ്ഖ് ഹസീന സർക്കാർ പ്രതിഷേധങ്ങളെ തുടർന്ന് നിർത്തിവെച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഹൈക്കോടതി ഈ സംവരണം പുനഃസ്ഥാപിക്കുകയായിരുന്നു. ഇതോടെ സംവരണം നടപ്പിലാക്കാൻ ഷെയ്ഖ് ഹസീന സർക്കാർ നിർബന്ധിതമാവുകയായിരുന്നു. അവിടുത്തെ ആ ഒരു വിദ്യാർത്ഥി സംഘടനകളെ അവരുടെ ആ ഒരു ശക്തമായിട്ടുള്ള പ്രകടനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് വേണ്ടേ ആ ഒരു പ്രതിഷേധത്തെ നേരിടാൻ. ഇന്ന് നമ്മുടെ നാട്ടിലാണ് വിദ്യാർത്ഥി സംഘടനകൾ പൊതുമധ്യത്തിൽ ഇറങ്ങി ഇത്തരം മുദ്രാവാക്യങ്ങളും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലുള്ള ആ ഒരു മന്ത്രിമാർ ആ പ്രശ്നത്തെ ഏത് രൂപത്തിലെങ്കിലും ഒതുക്കി തീർക്കാനാണ് ശ്രമിക്കുക. അപ്പോൾ ഇവർക്ക് സ്വേച്ഛാധിപതിയായിട്ടുള്ള ആ ഒരു ചിന്താഗതി ഇവരുടെ മനസ്സിൽ കൂടിയത് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ 10-15 വർഷം ആ രാജ്യം ഭരിച്ചത് കൊണ്ടായിരിക്കാം അവിടെയുള്ള ഓരോ സംഘടനകളെയും വളരെ വ്യക്തമായി അറിയുന്നത് കൊണ്ടായിരിക്കാം ഷെയ്ഖ് ഹസീന ഈ സാധാരണക്കാർക്കെതിരെ അവരുടെ പോലീസിനെയും അതുപോലെ തന്നെ പ്രത്യേക രീതിയിലുള്ള ഫോഴ്സിനെയും ഉപയോഗിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരായിട്ടുള്ള ആ കുട്ടികളെയൊക്കെ അടിച്ചമർത്തി അതിൽ പല ആളുകളും മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. ഇതോടെ സംവരണത്തിനെതിരെ പ്രക്ഷോഭവുമായി വിദ്യാർത്ഥികൾ രംഗത്തിറങ്ങുകയായിരുന്നു. ധാക്ക സർവകലാശാല വിദ്യാർത്ഥികൾ ജൂലൈ 1 പ്രതിഷേധങ്ങൾ ആരംഭിച്ചത്. അവ പിന്നീട് മറ്റ് സർവകലാശാലകളിലേക്കും വ്യാപിച്ചു. സംവരണ വിരുദ്ധ പ്രക്ഷോഭം പതുക്കെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായി മാറുകയായിരുന്നു. ചില തീവ്രവാദ സംഘടനകൾ സമരത്തെ ഹൈജാക്ക് ചെയ്യുകയും അക്രമാസക്തമാക്കുകയും ചെയ്തു. തീവ്രവാദികൾ എന്നുദ്ദേശിക്കുന്നത് അത് ഏത് രീതിയിൽപ്പെട്ട വാക്കാണെന്നുള്ളതിന് നമുക്ക് ഒരിക്കലും ആ ഒരു എല്ലാ മനുഷ്യരെയും നമുക്ക് തീവ്രവാദികൾ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ ആ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് അവിടെ നടന്നിട്ടുള്ളത്. അവിടെ തീവ്രവാദ സംഘടന എന്ന് ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങളെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മുസ്ലിം എന്നുള്ള ഒരു പേരിലല്ല അവിടെ പ്രക്ഷോഭം ഉണ്ടായത്. അതും കൂടി വേണം എല്ലാവരും മനസ്സിലാക്കാൻ. സമരം ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിക്കാനുള്ള രീതിയിലേക്ക് മാറിയതിനു പിന്നിൽ ചില വിദേശ ശക്തികളുടെ ഇടപെടലുകൾ ഉണ്ടായതായാണ് പുറത്തു വരുന്ന സൂചന. ആരാണ് വിദേശ വ്യക്തികൾ? അങ്ങനെ ഒരു സംഭവമില്ല. ഇതൊക്കെ വെറുതെ മാധ്യമങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് പറയാണ്. കാരണം ആ നാട്ടിൽ നടന്ന സംഭവത്തെ നമ്മൾ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാകും. കാരണം ഇത് ഇന്നും ഇന്നലെയും ഉണ്ടായ പ്രശ്നങ്ങളല്ല. ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം പറയണമെന്നുണ്ടെങ്കിൽ പല തവണകളിലായിട്ട് ബംഗ്ലാദേശിൽ ഇത്തരം പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം അവിടെയുള്ള മനുഷ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന, വേൾഡിൽ ദേഷ്യം മൂക്കത്ത് ശുണ്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യരുണ്ടെങ്കിൽ ഈ ബംഗ്ലാദേശികളാണ്. അപ്പൊ അവര് എന്ത് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സാധിച്ചിട്ടേ അവർ മടങ്ങൂ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പല രൂപത്തിലുള്ള കൊലപാതകങ്ങളും മറ്റും അരങ്ങേറി. മുൻപ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് തന്നെ ബംഗാൾ, UP, MP, അതുപോലെ തന്നെ ഗുജറാത്ത് ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകളെ നമ്മളെല്ലാവരും ബംഗാളികൾ എന്നാണ് വിളിച്ചിരുന്നത്. പക്ഷേ ബംഗാളികളായിട്ടുള്ള ഒരുപാട് ആളുകൾ, ബംഗ്ലാദേശിൽ ജനിച്ചു വളർന്ന ഒരുപാട് ആളുകൾ ഇന്ത്യയിൽ ജീവിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇവർക്ക് ഇന്ത്യയിലെ ID കാർഡും അതുപോലെ തന്നെ പാസ്പോർട്ടും അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഇന്ത്യ ഗവൺമെന്റ് ഇന്നേ വരെ സെർച്ച് ചെയ്തിട്ടില്ല. കാരണം
അവർ സാധാരണക്കാരാണ്. അപ്പോൾ ആ സാധാരണക്കാർക്ക് കുറച്ച് അവരെ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുത്തു വിടുന്നതാണോ എന്നുള്ളതിനെ കുറിച്ചും യാതൊരു വ്യക്തവുമല്ല. അപ്പൊ ഗൾഫ് നാട്ടിൽ പല അറബിയൻ